Welcome to WOWMAX. In this session, we are discussing exercise 3.4 problems. So let's start with the first question. Find the principal and general solution of tan x equal to root 3. So tan x equal to root 3 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ മക്കളെ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ്റെ നോക്കാം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എഴുതാം. അല്ലെങ്കിൽ സംശയം വരും അല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π ആയിരുന്നു അല്ലേ? ആ സൊല്യൂഷൻസ് ഇൻവോൾവിങ് ഈ ഒരു സെക്ഷനെയാണ് എന്ത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ മക്കളെ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ tan x equal to root 3. അപ്പോൾ നമുക്കറിയാം tan x equal to root 3 ഏത് ആംഗിളിലാണെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വന്നാലും നിങ്ങൾ കഴിവതും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുക, ടേബിൾ അങ്ങ് എഴുതിയിടുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ടേബിൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതിയിടുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. 0, 30, 45, 60, 90 എല്ലാ പ്രോബ്ലംസിലും ഞാനിത് റിപ്പീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് സെയിം എപ്പോഴും എഴുതുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചോണേ. 0, 1/2, 1/√2, √3/2, 1. ഓക്കെ, കോസ് ആണെങ്കിൽ തിരിച്ച് 1 √3/2, 1/√2, 1/2, 0, റൈറ്റ്? 0, 1/√3, 1 √3 not defined, right? റേഡിയൻസ് എഴുതിയേക്കാം അല്ലേ? 5/2, 5/3, 5/4, 5/6, റൈറ്റ്? അപ്പം നമ്മുടെ ടേബിള് അവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ കുക്കിംഗ് ചാനലൊക്കെ പറയുന്ന പോലെ ടേബിൾ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് √3 ഏത് ഫംഗ്ഷനിലാണ്? ടാൻ നോക്കണം. ടാനിൽ √3 എവിടെയാണെന്ന് നോക്കി മക്കളെ, എവിടെയാണ്? 5/3 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? tan π/3 ഈക്വൽ ടു √3 എന്ന് എഴുതിക്കൂടെ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? tan π/3 ഈക്വൽ ടു √3 ആണ് നമുക്കറിയാം അല്ലേ? സോ എങ്ങനെ എഴുതാം? വി നോ ദാറ്റ് tan π/3 ഈക്വൽ ടു √3. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഒരു സൊല്യൂഷൻ എന്താണ്? എക്സ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയല്ലേ? എന്താണ് എക്സ് എന്ന് പറയുന്നത്? π/3 അല്ലേ എക്സ് എന്ന് പറയുന്നത്? ഒരു സൊല്യൂഷൻ കിട്ടി π/3. ഇനി അടുത്ത ഒരു സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 സൊല്യൂഷൻസ് വേണം അല്ലേ? അപ്പം അടുത്ത സൊല്യൂഷൻസും കൂടെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അത് ശ്രദ്ധിച്ചോണം. അതിന് നമ്മൾ ക്വാഡ്രന്റ് ചേട്ടനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല. ക്വാഡ്രന്റിനെ ബേസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ ക്വാഡ്രന്റിൽ ഈ സ്റ്റെപ്പ് നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ക്വാഡ്രന്റ് എങ്ങനെ വരയ്ക്കുന്നത്? 0, 90, 180, 270, 360, റൈറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? tan π/3 കിട്ടണം. ഓക്കെ, ദാറ്റ് ഇസ് പോസിറ്റീവ് ആണ്. tan π/3 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? അല്ലെങ്കിൽ √3 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ tan π/3 ആണ് ഉള്ളത്. അപ്പൊ tan π/3 പോസിറ്റീവ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ക്വാഡ്രന്റ്? ഏതൊക്കെയായിരുന്നു? A, S, T, C, റൈറ്റ്? അപ്പൊ ഏതൊക്കെ ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റും വരും, തേർഡ് ക്വാഡ്രന്റും വരും അല്ലേ? tan പോസിറ്റീവ് ആയിട്ടുള്ള, കാരണം നമുക്ക് tan ഇവിടെ പോസിറ്റീവ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ് ഹിയർ, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഏതായിരിക്കും ക്വാഡ്രന്റ്? നെഗറ്റീവ് ഏത് ക്വാഡ്രന്റിലാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഏത് ക്വാഡ്രന്റിലാണ് പോസിറ്റീവ് എന്ന് നോക്കുക. ഓക്കെ, അപ്പം നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 90 + θ അല്ലേ? അതായത് π/2 മൈനസ് θയും 2π + θ ആണ് അല്ലേ ഇവിടുത്തെ വാല്യൂസ് അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടുത്തെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? π + θയും 3π/2 മൈനസ് θ ആണ് അല്ലേ? ക്ലിയർ അല്ലേ? നോക്കിക്കേ, സംശയമുണ്ടോ? അപ്പം ഇവിടെ എന്താണ്? π/2 മൈനസ് θയും 2π + θയും 5 + θയും 3π/2 മൈനസ് θയും. അപ്പം നമുക്ക് വേണ്ടത് എക്സ് എന്ന് പറയുന്നത് എക്സിന് ഒരു വാല്യൂ ആണ്, അതായത് ഒരു സൊല്യൂഷൻ ആണ് വേണ്ടത്. അപ്പം നമുക്ക് നോക്കി ഏതായിരിക്കും എടുക്കേണ്ടത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൽ സൊല്യൂഷൻ വന്നാൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2π ആയിരിക്കണം അല്ലേ? ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π. ഈക്വൽ ടു ഉണ്ടോ? 2πക്ക് 2πക്ക് ഈക്വൽ ടു ഇല്ല, ഗ്രേറ്റർ ദാനും അല്ല, ലെസ് ദാൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വാഡ്രന്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 2π + θ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2π ആണ്.
അപ്പോൾ ആ വാല്യൂ എടുക്കാൻ പറ്റില്ല. പിന്നെ π/2 മൈനസ് തീറ്റ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? π/2 വരുമ്പോൾ നമുക്ക് കോഫങ്ഷൻ എഴുതണം. പക്ഷെ നമുക്ക് എന്താണ് കോഫങ്ഷൻ വേണം, റൂട്ട് വേണ്ട, tan π/3 തന്നെയാണ് വേണ്ടത് അല്ലേ? അപ്പൊ എന്താണ് ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വാഡ്രന്റിലോട്ട് ജമ്പ് ചെയ്യാം. അടുത്ത ക്വാഡ്രന്റിൽ നോക്കി 3π/2 മൈനസ് തീറ്റ, അത് ഒബ്വിയസ്ലി എടുക്കണ്ട. കാരണം എന്താണ്, നിങ്ങൾക്ക് അറിയാം കോഫങ്ഷൻ വരും. കോഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ കോട്ട് എടുക്കേണ്ട വരും, അത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കും? π പ്ലസ് തീറ്റ എടുക്കും അല്ലേ? ക്ലിയർ ആയില്ലേ? നോക്കിക്കേ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? tan ഓഫ് π പ്ലസ് π/3. മനസ്സിലായില്ലേ മക്കളെ? ഇത് tan ഓഫ് π പ്ലസ് π/3 എന്ന് പറയുന്നത് എന്താണ്? tan π/3 അല്ലേ? tan ഓഫ് π പ്ലസ് തീറ്റ നമ്മൾ പഠിച്ചു tan തീറ്റ ആണ്. കാരണം പോസിറ്റീവ് ആണ് തേർഡ് ക്വാഡ്രന്റിൽ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയാലും ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ എവിടെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളത്? ഓക്കെ, അപ്പൊ tan ഓഫ് π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ tan π/3 ഇറ്റ്സെൽഫ് ആണ്. അപ്പൊ നമുക്കിങ്ങനെ tan ഓഫ് π പ്ലസ് π/3 എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് 3π പ്ലസ് π/3 എഴുതിക്കൂടെ അല്ലേ? 3 into π plus π/3, right? That is tan of 3π plus π എന്താണ്? 4π/3. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പൊ നമ്മുടെ രണ്ട് സൊല്യൂഷൻസ് ഏതാണ്? x equal to π/3, 4π/3. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടുന്ന ഏത് മെത്തേഡ് ആണെന്നുള്ളത് മനസ്സിലായല്ലോ? ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമുക്ക് ജനറൽ സൊല്യൂഷന്റെ നോക്കാം. ജനറൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, നമുക്ക് അറിയാവുന്ന എന്തായിരുന്നു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? tan x equal to tan y ആണ് അല്ലേ? നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, tan x equal to tan y ഫോമിലോട്ട് എഴുതണം കേട്ടോ. അപ്പൊ tan x equal to tan y എന്ന് പറയുന്നത് tan y ഫോമിലോട്ട് എഴുതണം. ഓക്കെ, ദാറ്റ് ഇസ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? tan x equal to tan π/3. നമുക്കറിയാം √3 എന്ന് പറയുന്നത് എന്താണ്? π/3 ആണ്. അപ്പൊ tan x equal to tan π/3 ഇക്വേറ്റ് ചെയ്യും. അതായത് ജനറൽ സൊല്യൂഷനിലോട്ട് നമുക്ക് എത്തിപ്പെടണം. അപ്പൊ ആ ഒരു ഫോമിലോട്ട് നമുക്ക് എഴുതണം. ഓക്കെ, ജനറൽ സൊല്യൂഷൻ ഞാൻ ഇവിടെ എഴുതിയിടാം. ദാറ്റ് ഇസ് tan x equal to tan y ആണെങ്കിൽ എന്താണ് മക്കളെ? എന്താണ് x എന്ന് പറയുന്നത്? x equal to nπ plus y എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? വേറെ എലമെന്റ് ഓഫ് z, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? yക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത്? π/3. ക്ലിയർ ആയല്ലോ? tan x equal to tan y ഫോമിലോട്ട് എഴുതുക. ഇവിടെ y എന്താണ്? π/3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും 4π/3 എഴുതിയാൽ എന്താണുള്ളത്? 4π/3 എഴുതാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡാണ്. ആദ്യം നമുക്ക് കിട്ടുന്ന ഏതാണ് ആ സൊല്യൂഷൻസ്. 4π/3 തെറ്റല്ല, അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? x equal to nπ plus y ആണ് അല്ലേ? അപ്പോൾ x equal to, അപ്പോൾ നിങ്ങൾ എഴുതിക്കണം tan x equal to tan y, x equal to nπ plus y ആയതുകൊണ്ട് എന്താണ്? x equal to, how we write? nπ plus π/3, where n is an element of z. That is, this is what the general solution is. എന്ന് പറഞ്ഞ് എഴുതിക്കണം കേട്ടോ. The general solution is x equal to nπ plus π/3, where n element of z. ക്ലിയർ ആയല്ലോ? ജനറൽ സൊല്യൂഷൻ എളുപ്പമാണ് അല്ലേ? പ്രിൻസിപ്പൽ സൊല്യൂഷനും ആദ്യം നിങ്ങൾക്ക് ഒരു സംശയം വരുമെന്നേ ഉള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പൊ അടുത്ത പ്രോബ്ലം ചെക്ക് ചെയ്താലോ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം sec x equal to 2. നെക്സ്റ്റ് sec x equal to 2. അപ്പോൾ നോക്കി, നമ്മൾ sec x equal to 2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം sec xന്റെ നമ്മൾ ജനറൽ സൊല്യൂഷൻ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? sec xനെ ഏത് ഫോമിലോട്ട് മാറ്റാം? cos x ഫോമിലോട്ട് മാറ്റണം അല്ലേ? നമുക്ക് റെസിപ്രോക്കൽ അറിയാം. cos x എന്ന് പറയുന്നത് എന്താണ്? 1/sec x ആണ് അല്ലേ? cos x എന്ന് പറയുന്നത് എന്താണ്? 1/sec x ആണ്, റെസിപ്രോക്കൽ ആണ്. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് this sec x in this formula. Yeah, cos x equal to എന്താണ്? 1/2. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഏത് സ്റ്റെപ്പാണ്? ആദ്യം നമുക്കറിയാവുന്ന ഫംഗ്ഷനിലോട്ടാണ് ആദ്യം കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. sec x ഇപ്പോൾ cot x വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? cot x വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തേനെ? tan xനെ 1/cot x എന്ന് എഴുതുന്നത് cot xന്റെ വാല്യൂ. അപ്പോൾ sec x വന്നാൽ എന്താണ്? ഇതുപോലെ. ഓക്കെ, ഇനി സംശയം വരുന്നല്ലോ. ഇനി cosec x ആണെങ്കിലോ sin x ഫോമിലോട്ടാക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനിയും എന്താണ് നമുക്കിവിടെ എന്നാൽ cos x equal to 1/2.
അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ട എന്താണ് 1/2 എന്ന് പറയുന്ന വാല്യൂ കോസിന് ഏത് റേഡിയനിലാണ് ഉള്ളതെന്ന് നോക്കുക, ഏത് ആംഗിളിലാണ് ഉള്ളതെന്ന് നോക്കുക. ദാറ്റ് ഈസ് 1/2 എന്ന് പറയുന്നത് നോക്കിക്കേ, കോസ് 1/2 എവിടെയാണ്? π/3 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് അതിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? കോസ് എക്സ് ഈക്വൽ ടു കോസ് π/3 അല്ലേ. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടി, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു π/3. ക്ലിയർ ഔട്ട് ആയാലോ? ഫസ്റ്റ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടി അല്ലേ. ഇനി സെക്കൻഡ് സൊല്യൂഷൻ എന്താണ്? നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ക്വാഡ്രന്റിൽ വെച്ച്. സംശയമൊന്നും വേണ്ട, എപ്പോഴും ഈ സ്റ്റെപ്പ് തന്നെയാണ്. ഫസ്റ്റ് ഏതാണ് ഏത് ടേബിൾ നോക്കും, ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ക്വാഡ്രന്റിൽ. ക്ലിയർ ആയാലും? ഇനിയും നോക്കിക്കേ, ഇനി എങ്ങനെയാണ് എഴുതേണ്ടത്? ഏത് ഇപ്പം കോസ് എക്സ് ഈക്വൽ ടു 1/2 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഏതാണ് പോസിറ്റീവ് വാല്യൂ, അതായത് കോസ് എക്സ് എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പം ഏതൊക്കെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റും ASTZ അല്ലേ. അപ്പൊ ഏതാണ്? ലാസ്റ്റ് ക്വാഡ്രന്റിലാണ്. ലാസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2π - θ 3π/2 + θ ആണ് അല്ലേ. 3π/2 + θ എടുക്കണോ? വേണ്ട, y ഫംഗ്ഷൻ വരും അല്ലേ, അതുകൊണ്ട് അത് എടുക്കണ്ട. മനസ്സിലായല്ലോ? അതായത് കോസ് ഓഫ് 3π/2 + θ എന്ന് എഴുതിയാൽ എന്ത് വരും? കോസിന്റെ റെസിപ്രോക്കൽ സൈൻ എഴുതേണ്ടി വരും. സോറി, കോസിന്റെ കോ ഫംഗ്ഷൻ സൈൻ എഴുതേണ്ടി വരും. അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ഔട്ട് ചെയ്യാം. പിന്നെ ഏതാണ്? 2π - θ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റർ ദാൻ 2π എടുക്കാൻ പറ്റില്ല. സംശയമായോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. 2π + θ എടുക്കാൻ പറ്റില്ല. എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എങ്ങനെയായാലും കോ ഫംഗ്ഷനും വരും, പിന്നെ 2π + θ വരും. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിലില്ല. അപ്പോൾ ആ ഒരു പോർഷൻ നിങ്ങൾ സ്കിപ്പ് ഔട്ട് ചെയ്ത് അത് എടുക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണ്? നമുക്ക് എങ്ങനെ എഴുതാം? 2π - θ എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് കോസ് ഓഫ് 2π - π/3 അല്ലേ. ക്ലിയർ അല്ലേ? കോസ് ഓഫ് 2π - π/3 അല്ലേ. കോസ് ഓഫ് 2π - π/3 ഏതാണ്? കോസ് π/3 itself. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് മക്കളെ? ഞാൻ പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 × 2π 6π - π/3 ദാറ്റ് ഈസ് കോസ് 5π/3. ക്ലിയർ ആയല്ലോ? അപ്പൊ കോസ് 5π/3 കിട്ടി. നമ്മുടെ സെക്കൻഡ് സൊല്യൂഷൻ എന്താണ്? 5π/3. ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു, സോ വി ഗെറ്റ്, അല്ലെങ്കിൽ എങ്ങനെ എഴുതേണ്ടത്? പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ എക്സ് ഈക്വൽ ടു π/3, എക്സ് ഈക്വൽ ടു വാട്ട്? 5π/3. ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യല്ലോ. ഇനി ജനറൽ സൊല്യൂഷൻ എങ്ങനെയാ നോക്കിയാലോ? ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? കോസ് എക്സ് ഈക്വൽ ടു കോസ് y ആയിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ കോസ് എക്സ് ഈക്വൽ ടു കോസ് π/3 ആണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. ക്ലിയർ അല്ലേ? കോസ് എക്സ് ഈക്വൽ ടു കോസ് π/3 ആണ് കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യണം? കോസ് എക്സ് ഈക്വൽ ടു കോസ് y ആണ് ജനറൽ സൊല്യൂഷൻ നോക്കാം അല്ലേ. കോസ് എക്സ് ഈക്വൽ ടു കോസ് y യുടെ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? കോസ് എക്സ് ഈക്വൽ ടു കോസ് y ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വാട്ട്? 2nπ ± y where n is an element of z. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് y എന്താണ്? π/3 അല്ലേ. Therefore the general solution is x equal to 2nπ ± what? π/3 where n is an element of z. This is our general solution. അപ്പോൾ ക്ലിയർ ആയല്ലോ? സീക്കെക്സ് എന്താ എടുക്കാമെന്ന് മനസ്സിലായല്ലോ? നമുക്ക് സൈനും കോസും ടാനിനെ അറിയത്തുള്ളൂ. ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി അടുത്ത നോക്കിയാലോ? അടുത്ത പ്രോബ്ലം നോക്കിയാലോ? നെക്സ്റ്റ് പ്രോബ്ലം, cot x equal to -√3. ഓക്കെ, -√3 ആണ് വന്നിരിക്കുന്നത്. അതും ശ്രദ്ധിച്ചോണം കേട്ടോ. cot x തന്നിട്ടുണ്ട്. നമുക്ക് cot x അറിയാമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? tan x ലോട്ട് മാറ്റണം അല്ലേ. tan x എന്ന് പറയുന്നത് എന്താണ്? 1/cot x ആണ്. ക്ലിയർ അല്ലേ? അപ്പം tan x നെ നമുക്ക് എങ്ങനെ എഴുതാം? tan x equal to -1/√3 എന്ന് എഴുതണം. റൈറ്റ്? ഞാനിവിടെ എഴുതിക്കോട്ടെ. tan x equal to -1/√3 നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങും. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ചെയ്തിരുന്നു, ടേബിളിനകത്തൊന്നും ഡയറക്റ്റ് എടുത്തിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ടേബിളിനകത്തൊന്നും എടുക്കാൻ പറ്റുമോ? എന്താണ് എടുക്കാൻ പറ്റാത്തത്?
നെഗറ്റീവ് വാല്യൂസ് ആണ് അല്ലേ, നമുക്കെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് ടേബിളിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷൻ സ്കിപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. അതായത് ടേബിളിനകത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, മൈനസ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ക്വാഡ്രന്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈനസിനെ അതായത് ടാൻ എക്സ് നെഗറ്റീവ് ആയിട്ടുള്ള ഏത് ക്വാഡ്രന്റിലാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അതാണ് സ്റ്റെപ്പ് കേട്ടോ. അപ്പം നെഗറ്റീവ് ടാൻ എക്സ് ഏത് ക്വാഡ്രന്റിലായിരിക്കും നെഗറ്റീവ്, ഏതൊക്കെ ക്വാഡ്രന്റിലാണ് ടാൻ എക്സ് നെഗറ്റീവ്, ഈ ക്വാഡ്രന്റിൽ, അതായത് സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആണ് അല്ലേ. ASTC ആണ്, ഇവിടെ ടാൻ പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. അപ്പോൾ ഏതൊക്കെ ക്വാഡ്രന്റ് ആണ് നോക്കേണ്ടത്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് കേട്ടോ. അപ്പം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഏത് പോസിറ്റീവ് ആയിട്ടുള്ള ക്വാഡ്രന്റ് നോക്കുക, നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ക്വാഡ്രന്റ്. ക്ലിയർ ഔട്ട് ആയാലോ, സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, 90 പ്ലസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. 5/2 പ്ലസ് തീറ്റ എടുക്കണോ, വേണ്ട, കോ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് എടുക്കണ്ട. നെക്സ്റ്റ് ഹിയർ ഈസ് 5 മൈനസ് തീറ്റ, അത് എടുക്കാം അല്ലേ. ഇവിടെ എന്ത് വരും, 2π മൈനസ് തീറ്റ അല്ലേ. 5 മൈനസ് തീറ്റ 2π മൈനസ് തീറ്റ 3π/2 പ്ലസ് തീറ്റ വരും, അത് എടുക്കണോ, വേണ്ട, എന്താണ്, കോ ഫംഗ്ഷൻ വരും. നമുക്ക് കോ ഫംഗ്ഷൻ അല്ല ടാൻ തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പം 5 മൈനസ് തീറ്റ 2π മൈനസ് തീറ്റ. അപ്പം നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. നമുക്ക് എങ്ങനെ എഴുതാം, തീറ്റനെ നമുക്ക് എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ 1/√3 ഏതാണ്, 1/√3 ടാനിൽ 1/√3 വരുന്നത് എന്താണ്, 5/6. അതും കൂടെ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് 1/√3 x എന്ന് ഡയറക്റ്റ് ഇടാൻ പറ്റുമോ തീറ്റയ്ക്ക് പകരം, ഇല്ല, തീറ്റയ്ക്ക് പകരം x എന്ന് ഇടാൻ പറ്റില്ല. നമുക്ക് എന്തായാലും മൈനസ് ഉണ്ട്, നമുക്ക് മൈനസിലോട്ട് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ടാൻ 5/6 ഈക്വൽ ടു മൈനസ് ടാൻ 5/6 ഈക്വൽ ടു 1/√3 എഴുതിക്കൂടെ, ആ മൈനസിനെ ഇങ്ങോട്ട് ആക്കിയതേ ഉള്ളൂ. അപ്പൊ ഈ 5/6 നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ടാൻ 5/6 നമുക്ക് കിട്ടണം. അപ്പൊ എങ്ങനെ എഴുതാം, ടാൻ ഓഫ് 5 മൈനസ് 5/6 എഴുതിക്കൂടെ ഒന്ന് അല്ലെ. തീറ്റയ്ക്ക് പകരം 5/6 കൊടുത്തു, വേറെ ആയില്ലേ. ടാൻ ഓഫ് 5 മൈനസ് 5/6, ഇതിന് 5/6 എന്ന് ഇവിടെ ഈ തീറ്റയ്ക്ക് പകരം 5/6 കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ കിട്ടി, അത് നമുക്കൊന്ന് സോൾവ് ഔട്ട് ചെയ്യാം. 6 into 5 is 6π minus 5 is 5π/6, tan 5π/6. ക്ലിയർ ആയല്ലോ. അതായത് ടാൻ ഓഫ് 5 മൈനസ് 5/6 എന്ന് പറയുന്നത് മൈനസ് ടാൻ 5/6 ആണ്. y 180 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ക്ലിയർ ആയല്ലോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക, കൺഫ്യൂസ്ഡ് ആയില്ല. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്തുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റ് എടുത്തു, നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് ടാൻ 5/6 കിട്ടണം. അതിന് ടാൻ ഓഫ് 5 മൈനസ് 5/6 എന്ന് എഴുതി, അതിന് ഒരു സൊല്യൂഷൻ കിട്ടി. ഇനി അടുത്ത എങ്ങനെ എഴുതാം, ടാൻ ഓഫ് 2π അല്ലേ, നമുക്ക് രണ്ട് സൊല്യൂഷൻസ് വേണം. 2π മൈനസ് 5/6 എഴുതാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാം, 6 into 2π 12π, that is 12π minus 5 is what, 11π/6. Okay, so we got the principal solutions, the principal solution are x equal to 5π/6 and 11π/6. So this is our what, principal solution. ഇനി general solution നോക്കിയേ, നമുക്കറിയാം general solution നമുക്ക് എങ്ങനെ എഴുതാം, tan x equal to tan 5π/6 ആണ് അല്ലേ. tan 5/6 മൈനസ് tan 5/6 എടുക്കാമോ, ഇല്ല. എന്താ കാരണം, മൈനസ് വന്നു, നമുക്ക് മൈനസിന്റെ അറിയത്തില്ല ജനറൽ സൊല്യൂഷൻ അല്ലേ. ഇത് റബ് ചെയ്തേക്കാം, എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവണ്ട നിങ്ങൾക്ക്. ഓക്കെ, സോ tan x equal to what, tan 5π/6, tan x equal to tan 5π/6. ക്ലിയർ ആയല്ലോ. tan x equal to tan y ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു, x equal to n5 plus y, where n is an element of z, right? സംശയം വന്നെന്ന് തോന്നുന്നു, എന്നാലും സാരമില്ല, നമുക്കൊന്ന് 2-3 തവണ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. n5 plus 5π/6, n is an element of z. So this is our general solution. അപ്പോൾ ക്ലിയർ ഔട്ട് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു പാറ്റേൺ. നിങ്ങൾക്ക് ക്ലിയർ ആയാലും നെഗറ്റീവ് വന്നാലും റെസിപ്രോക്കൽ വന്നാലും ചെയ്യാൻ മനസ്സിലായാലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യുക. CBSE സ്റ്റുഡൻസ് എന്തായാലും രക്ഷപ്പെട്ടു. സ്റ്റേറ്റ് സ്റ്റുഡൻസ് നമുക്ക് കാത്തിരിക്കാൻ മക്കളെ, ഇത് സ്കിപ്പ് ഔട്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. റിഡ്യൂസ് സിലബസ് വരുമെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.